വെൽക്കം ബാക്ക് ടു ഓൾ. കമ്പ്യൂട്ടേഷൻ ഓഫ് എർത്ത് വർക്കിലെ പാർട്ട് 4 എന്ന സെക്ഷനാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. റോഡിൻ്റെ പ്രോബ്ലം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ മുൻ ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നോക്കാം. നമുക്ക് റോഡിൻ്റെ ഫോർമേഷൻ്റെ വീതി 10 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. റോഡിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള ചെരിവിനെയാണ് അതിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ റോഡിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് താഴത്തോട്ട് ചെരിഞ്ഞ രീതിയിലാണ്. അത് 1/30 എന്ന അനുപാതത്തിലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 30 മീറ്റർ സഞ്ചരിക്കുമ്പം 1 മീറ്റർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ സൈഡിലുള്ള ചെരിവ് 2:1 എന്ന അനുപാതത്തിലാണ്. ഓക്കെ, പിന്നെ ഈ റോഡിൻ്റെ നടുവിലൂടെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്ന ഓരോ 30 മീറ്റർ ഇൻ്റർവെല്ലിലുള്ള ആഴം, അതാണ് ഈ കോളത്തിൽ നൽകിയിട്ടുള്ളത്. ഓക്കെ, നേരത്തെ പ്രോബ്ലത്തിൽ ചെയിനേജ് തന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പ്രോബ്ലത്തിൽ ചെയിനേജ് തന്നിട്ടുണ്ട് 0, 30, 60, 90. പിന്നെ ഗ്രൗണ്ടിൻ്റെ റെഡ്യൂസ്ഡ് ലെവലാണ് പിന്നെ തന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ. റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് സാധാരണ ഗ്രൗണ്ടിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ നിങ്ങൾ സർവേയിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഡാറ്റത്തിൽ നിന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് റെഡ്യൂസ്ഡ് ലെവൽ, അല്ലേ? ഗ്രൗണ്ടിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ, അതായത് നമ്മൾ ഗ്രൗണ്ട് എംബാങ്ക്മെൻ്റ് ഒക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഒരു ഗ്രൗണ്ട് ഉണ്ടാവില്ലേ, അതിൻ്റെ റെഡ്യൂസ്ഡ് ലെവലാണ്. 0 ചെയിനേജിൽ അത് 205 ആണ്, 30 മീറ്ററിൽ 205.6 ആണ്, 60 മീറ്ററിൽ 206 ആണ്, 90 മീറ്ററിൽ 206.8 ആണ്. ഇനി അവിടെ മണ്ണൊക്കെ ഇട്ടു, അപ്പോൾ അത് ഫോർമേഷൻ ആയല്ലോ. അതിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ 210 ആണ്. ബാക്കിയുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനോടൊപ്പം തന്നെ എത്ര ക്വാണ്ടിറ്റി എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്യണം അതും നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നേരത്തെ പോലെ ഒരു ടാബുലാർ കോളം വരയ്ക്കാം. ചെയിനേജ് എന്നുള്ള ആദ്യം എഴുതാം. പിന്നെ ഇവിടെ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒരു കോളം വരയ്ക്കാം. പിന്നെ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ 210 എന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡൗൺവേർഡ് ഗ്രേഡിയൻറ്റ് 1/30 ആണെന്ന് തന്നിട്ടുണ്ട്. ഗ്രൗണ്ട്വേർഡ് ഗ്രേഡിയൻറ്റ് 1/30, അതായത് 0 to 30 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ 1 മീറ്ററാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അല്ലേ? 30 to 60 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുക 1 മീറ്ററാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. അതിൻ്റെ അർത്ഥം എന്താ? ഓരോ 30 മീറ്ററിലും 1 മീറ്ററാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം നമ്മൾ 30 മീറ്റർ ഇൻ്റർവെല്ലിൽ 1 മീറ്ററാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട്, റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ അത് 210 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്നും 1 കുറയ്ക്കുക, അപ്പോൾ 250 കിട്ടും. 250 നിന്ന് 1 കുറച്ചാൽ 208 കിട്ടും. 208 നിന്ന് 1 കുറച്ചാൽ 207 കിട്ടും. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളോട് പറഞ്ഞു ഡൗൺവേർഡ് ഗ്രേഡിയൻറ്റ് ഫോർമേഷൻ്റെ, കണ്ടോ, നോട്ട് ദ പോയിൻറ്റ്, ഫോർമേഷൻ്റെ ഡൗൺവേർഡ് ഗ്രേഡിയൻറ്റ് 1/30 ആണ്. അപ്പം മണ്ണിട്ട സ്ഥലത്ത് നിന്ന് അതിൻ്റെ ചെരിവ് 1/30, അതിനകത്ത് 30 മീറ്റർ സഞ്ചരിക്കുമ്പം 1 മീറ്ററാണ് അവിടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് കുറയ്ക്കേണ്ടത്, 1 മീറ്റർ. അപ്പം 210 നിന്ന് 201 കുറച്ചാൽ 209, അങ്ങനെ കിട്ടി. ഇനി ഈ RL ഓഫ് ഫോർമേഷൻ നിന്നും ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് ഓഫ് ബാങ്ക് കിട്ടും. ബാങ്കിൻ്റെ ഹൈറ്റ് അങ്ങനെ ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 5 കിട്ടും. ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ 3.4 കിട്ടി. ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ 2 കിട്ടി. ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ 0.2 കിട്ടി. അത്രയും കിട്ടിയല്ലോ. ഇനി മീൻ ഡെപ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മീൻ ഡെപ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. മീൻ ഡെപ്ത് DM എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ DM എങ്ങനെ കിട്ടും? ഞാൻ പറഞ്ഞു മീൻ എടുക്കുക, അല്ലേ? ഇതിന്ന് ഇതും കൂട്ടിയിട്ട് 5 + 3.4 × 2 ചെയ്യുമ്പോൾ 4.2 എന്ന് മീൻ ഡെപ്ത് കിട്ടും. ഇനി 3.4 + 2/2 ചെയ്യുമ്പോൾ 2.7 കിട്ടും. 2 + 0.2/2 ചെയ്യുമ്പോൾ 1.1 എന്ന് ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അതിന് ശേഷം B × DM കാണണം. B എത്രയാണ്? 10 ആണ്.
അപ്പോൾ അതിനോട് DM ഗുണിച്ച് കഴിഞ്ഞാൽ 42 കിട്ടും അല്ലേ. ഈ 2.7നോട് 10 ഗുണിച്ചാൽ 27 കിട്ടും. 1.1നോട് 10 ഗുണിച്ചാൽ 11 കിട്ടും. ഇനി അടുത്തത് എസ് ഇൻറ്റു DM സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കുക. എസ് എന്ന് പറയുന്നത് സൈഡ് സ്ലോപ്പ് അഥവാ രണ്ടല്ലേ സൈഡ് സ്ലോപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ, 2 സൈഡ് സ്ലോപ്പ്. അപ്പോൾ DM എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു 4.2 സ്ക്വയർ ചെയ്യുമ്പം 35.28 കിട്ടും. ഇനി 2 ഇൻറ്റു 2.7 സ്ക്വയർ ചെയ്യുമ്പോൾ 14.58 കിട്ടും. 2 ഇൻറ്റു 1.1 സ്ക്വയർ ചെയ്യുമ്പോൾ 2.42 കിട്ടും. അത്രയും ചെയ്യാം. അതായത് എസ് ഇൻറ്റു DM സ്ക്വയറും ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഇത് രണ്ടും ആഡ് ചെയ്യുക, ഇവിടെ എഴുതാം. ഇത് രണ്ടും ആഡ് ചെയ്യുക, ഇവിടെ എഴുതാം. ഓക്കെ. ഇനി ചെയിനേജ് 30 മീറ്റർ ചെയിനേജ് ആണ്. അതുകൊണ്ട് 30 മീറ്റർ എന്ന് എഴുതാം. ഇതിനോട് ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്വാണ്ടിറ്റി കിട്ടും. ഇതിനോട് ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി കിട്ടും. ഇതിനോട് ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇത് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3968.4, അതായത് 3968.4 എന്നുള്ളത് അത്രയും മീറ്റർ ക്യൂബാണ് എർത്ത് വർക്ക് ക്വാണ്ടിറ്റി എന്ന് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.